വൈറ്റി ട്രോൾസ്. ബാബു കം ബാക്ക്. ഈ വീഡിയോ നമുക്ക് വേണേ സ്കിപ്പ് ചെയ്ത് കളയാവേ. ഈ വീഡിയോ അത് റിബലിനെ കണ്ടോണ്ടല്ല ഞാൻ പറയണത്. ഈ വീഡിയോ എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ഇത് കണ്ടായിരുന്നു, ഇതിന്റെ കമന്റ് സെക്ഷനുകളൊക്കെ കണ്ടായിരുന്നു. ഇത് വേണേ നമുക്ക് കഴിവുണ്ടോ നിനക്ക്? ഹലോ കഴിവുണ്ടോ? ചന്തി ബ്രെയിൻ ഉള്ളവനാണോ വന്നത്? ഹലോ നീ ബ്രെയിൻ എടുത്ത് പറയല്ലേ. ബാബു കം ബാക്ക് അടിച്ചിട്ട് കാര്യം സ്ലോട്ടില്ല. ബാബുവിന്റെ ടിവിയിലെ സ്ലോട്ടൊന്നും വേണ്ട, മനസ്സിലായോ? ബാബുവിന്റെ സ്ലോട്ടിന്റെ ആവശ്യമൊന്നുമില്ല. ബാബുവിന് ഞാൻ ആ നിക്കറിട്ട് മഞ്ഞ ടീഷർട്ട് ഇട്ട് അർത്ഥവേ ടി വി എന്നാ. പിന്നെന്തിനാ എനിക്ക് സ്ലോട്ട്? ബാബു സ്ലോട്ട് വെച്ചാൽ അപ്പൊ സ്ലോട്ട് അവിടെ വരും, മനസ്സിലായോ? ഓജിടാ ഓജി. ആ ഒരുത്തനുള്ളതുകൊണ്ടാണ് ഇന്ന് ഈ ഗ്യാങ് ഇവിടെ നിൽക്കുന്നത് പോലും. എനിക്കറിയണ ഒരു പിടുത്തവുമില്ല. മകളെ പിറ്റ് കണ്ടോ മോനാട്ട ആറൊക്കെ ശരിക്കും നിർത്തിട്ട് മാറ്റിയിടണേ. പിന്നിലൊക്കെ ഓക്കെ ഞാൻ നീറ്റുന്നവിടെ ഞാൻ തന്നെ നേരിട്ടാണ് വിട്ടില്ലേ. സ്റ്റിയറിംഗ് വീലിലാണോ ഓടിക്കുന്നത്, ജോയ്സ്റ്റിക്കിലാണോ ഓടിക്കുന്നത്? ഒന്ന് അടിച്ചു തരാം കൊടയൊക്കെ കണ്ട. ഓക്കെ സ്റ്റാർട്ട്. റെഡി അല്ലേ? റെഡി അല്ലേ? നിങ്ങൾ റെഡി അടിച്ച് തുടങ്ങും. ഓക്കെ ഈ F1 കളിക്കാൻ എന്ത് രസം അറിയാം അതിനകത്ത്. എന്റെ പൊന്നോ, ഞാൻ F1 ഇൻസ്റ്റാൾ ചെയ്തിട്ടാ. F1ന്റെ സ്റ്റിയറിംഗ് കൂടെ വന്നാ മതി, സെറ്റ്. നോർമൽ ഓടിച്ചു നോക്കിയിട്ടും വിഷയമാണ് കിട്ടല്ലോ. കുഴപ്പമില്ല കുഴപ്പമില്ല. എന്റെ ഫ്രണ്ടിൽ സീജ ഉണ്ട്. സീജ ആയതുകൊണ്ട് ഞാൻ ചെയ്യണില്ല. വേറെ ആരെങ്കിലും കൊന്നേനെ ഞാൻ. ആ ഇതാരെ പറ്റി കയറണ്? ആ കണ്ടി ഉണ്ണിട്ടാ ഞാൻ ബാക്കില്. ഉണ്ണിട്ടാ ഇതിന്റെ തൊട്ട് ഫ്രണ്ടില് അപ്പുറത്ത്. അമ്മ പൈനാണ് കേട്ടാ, അമ്മ പൈനാണ്. ഹലോ ഓണാക്കോ ഗൈസ്, ഓണാക്കോ ഓണാക്കോ. താങ്ക് യു താങ്ക് യു. എന്നാലും അവരുടെ വിഷമം ആലോചിച്ച് നോക്കിയ സ്വന്തം ഗ്യാങ് ഒഴിച്ച് ബാക്കി എല്ലാ ഗ്യാങ്ങും ലിസ്റ്റിലുണ്ടെന്ന്. ഇതൊക്കെ ഫാൻ പേജിൽ ഇടുന്ന അവസ്ഥയല്ലേ? അടാ എന്റെ ടീഷർട്ടിൽ ട്രൈ ചെയ്ത കണ്ടിട്ട് ഫീഡ്ബാക്ക് പറയണേ. മഹാദേവനാണ്. നൈസല്ലേ? എടാ ഇന്ന് രണ്ട് ചെറുപ്പുണ്ടോടാ? അയ്യോ അയ്യോ തീ, 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 അയ്യോ അയ്യോ തീ. ഇതിന്റെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കര പ്രശ്നം ഇപ്പൊ. ഇതൊക്കെ MRC-ക്കാര് കണ്ടോണ്ടല്ലോ ബ്രാവോ. അബദ്ധത്തെ ജയിച്ചു കഴിഞ്ഞാ, വാറങ്ങാണ് അബദ്ധത്തെ ജയിച്ചു കഴിഞ്ഞാ നിന്നെ മറ്റേ ഇതിനകത്തിട്ടിട്ട് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. തീ തീ അയ്യോ അയ്യോ തീ അയ്യോ 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 തീ അയ്യോ തീ. ഉറപ്പായിട്ടും വരും. താരങ്ങളെ വീട് പോയിട്ട്
രണ്ടുപേരുടെ മാറ്റല്ലേ? വാഴയിലെ ബിജുക്കുട്ടനെ ചേട്ടനെ വരച്ചതാണ്. വാഴയിലെ ബിജുക്കുട്ടനെ ഞാൻ വാഴയിൽ വരച്ചത് വിചാരിച്ചായിരുന്നു. അവന്റെ കണ്ണുവരെ ഉണ്ടാൻ തന്നെ അറിയാം കേട്ടോ. അവൻ പ്രശ്നക്കാരനാണേ. ഭയങ്കര ഒരു ജീവനുള്ള പോലെ പോയി. എന്റെ അമ്മോ, ഇതാരാ? ഹരീഷന്റെ ആണിത്. പക്ഷെ അവന്റെ ലോഗോ പോലെ ഉണ്ടല്ലോ പെട്ടെന്ന്. നൈസ് ബ്രോ, അടിപൊളി 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 അടിപൊളി. What he can do with the RC cars? പറയണില്ല. ഒന്നാമത് ഇതിൽ ഓരോ പോയി നോക്കിയാണ്. കൊള്ളാലേ? എന്തൊക്കെ കാണണം. ഈ ഒരു കാര്യത്തിൽ മാത്രം അവന്റെ കൺസിസ്റ്റൻസി ഹാർഡ് വർക്ക് ഞാൻ ഒന്നും കളിയാക്കാൻ പോലും പറയത്തില്ല. And you have been winning everything with Manchester City except this Champions League, and obviously it's so difficult to win the Champions League. Tell me a little bit why it's so difficult. Because Madrid is always there. If you want to win this competition, you have to beat Real Madrid right now. Before with Barcelona, now it's Real Madrid. For Barcelona is not a dream. അല്ല, ഇതെന്താ സംഭവം? എന്തായിരുന്നു ഇത് ചാമ്പ്യൻസ് ലീഗ് എന്തോട് ജയിക്കണോ ചോദിക്കാം. ആണല്ലേ? യൂറോപ്യൻ ലീഗിൽ ഇത് ഇവിടെ ഉള്ള മാഞ്ചസ്റ്റർ സിറ്റിയാണ് അവിടെ കപ്പടിക്കുന്നത്. അവരെന്തുകൊണ്ട് മറ്റേ ഇതില് ബാഴ്സലോണ മീൻസ് ചാമ്പ്യൻസ് ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ലാലിഗ എല്ലാ ഇതിലെയും ടീമുകൾ വന്ന് കളിക്കുന്ന സ്ഥലം. ക്രിക്കറ്റിലെ IPL പോലെയാണോ ഇത്? അല്ല അതെ, ക്രിക്കറ്റിലെ IPL, അതായത് പല സ്ഥലങ്ങളിലുള്ള IPL ഉള്ള ടീമുകൾ 2013 ഉണ്ടായിരുന്ന ആ സാധനം. It's an obsession. And the obsession is called Madrid and Santiago Bernabeu. Let's talk about Real Madrid. Firstly, what do you think of their season last year? Most of the people say, they are lucky in the Champions. No, they are not lucky. Bernabeu, the stadium, they have a different aura. You understand? The energy is different. The energy is different. For me, it's the best club ever in history of football. When you don't kill the Real Madrid kills you. ഞാൻ ഇത് കാണാത്തോണ്ട് എനിക്ക് ഇതൊന്നും അത്രയ്ക്ക് വലിയ റിലേറ്റ് ആണല്ലോ കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ വരുന്നുണ്ടെങ്കിൽ ഓക്കെ. ആണോ? നിങ്ങൾക്ക് രോമാഞ്ചം വന്നിരിക്കണോ? വലിയ രോമാഞ്ചമൊന്നുമില്ല. പിന്നെ അല്ല, അപ്പൊ ഇത് എപ്പോഴും ജയിക്കുന്ന ടീം ഏതാണത്? റീസെന്റ് ആയിട്ടൊക്കെ നമ്മൾ തന്നെയായിരുന്നു. നമ്മളെന്ന് പറയുമ്പോ എത്ര റീസെന്റ് കഴിഞ്ഞ 2025. ഓ, അപ്പൊ റീസെന്റ് എന്ന് പറയുമ്പോ ഞങ്ങളുടെയൊക്കെ അറിവിൽ ലാസ്റ്റ് നടന്നതാണ്. കഴിഞ്ഞതിന്റെ അങ്ങേ വർഷം എന്നൊക്കെ പറയുമ്പോ ലാസ്റ്റ് ആരാ ജയിച്ചേ? ലാസ്റ്റ് PSG. എന്നാ അതൊക്കെ പറഞ്ഞാ പോരെ, അവരാണ് ലാസ്റ്റ് ജയിച്ചത്. അല്ല, 15 ഉണ്ട് നമ്മുടെ കയ്യിൽ. അതാ അങ്ങനെ പറഞ്ഞു. 15 15 ഉണ്ട്. അപ്പൊ കുറച്ച് കിടിലാണ് കേട്ടാ. എല്ലാ പ്ലേയേഴ്സിനും എല്ലാം അവിടെ പണ്ട് കാലത്ത് ഈ ലിമിറ്റ് ഇല്ലായിരുന്നു പൈസ കൊടുക്കുന്നതിന്. പർച്ചേസ് ചെയ്ത് കളഞ്ഞല്ലേ? അതെ 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 അതെ, കോഴ വിഭാഗത്തിലൊക്കെ അതാണ് സത്യം. അപ്പൊ 11-24 ടേൺ ഓഫ് ദ GPS I know exactly where I am. ഒതുക്കോ എവിടെ? ഇത് ഏതാണ് ഈ ക്ലിപ്പ്? ഇത് ശരിക്കും ഉണ്ടോ ഇങ്ങനെ സ്ഥലം? ആണല്ലേ? ആ അപ്പ